സോ ഹായ് ഓൾ, ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ. അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ 43ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ തന്നെ ഇക്വിറ്റി കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഡെറിവേറ്റീവ്സിൽ വന്നു, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പഠിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അതിനകത്ത് തന്നെ ഓപ്ഷൻസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ തരത്തിലുള്ള സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്, അതിനകത്ത് എന്താണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടുള്ളതെന്നുള്ളത്, അതായത് ഏത് സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ ചൂസ് ചെയ്യണം, അതിന് കുറേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് ഓപ്ഷൻ ഗ്രീക്സ് എന്ന് പറയുന്നത്. ആ ഓപ്ഷൻ ഗ്രീക്സ് എന്തൊക്കെയാണ്, അതിനകത്ത് ഓരോന്നും ഡെൽറ്റയും വീഗയും ഗാമയും തീറ്റയും ഇതൊക്കെ ഓരോന്നും എന്താണ്, അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്, അത് മനസ്സിലാക്കി വെച്ചാൽ അതിലൂടെ നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാം. ഇതെല്ലാം നമുക്കിപ്പോൾ മനസ്സിലായി. ഇതാണ് ഒരു ഫുൾ പാക്കേജായിട്ട് നമ്മൾ പഠിക്കാമെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു സത്തെന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇനി നമ്മൾ എൻറ്റയർലി വേറൊരു രീതിയിലോട്ടാണ് നമ്മൾ പഠനം പോകുന്നത്. വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടഫ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. ഇനിയുള്ള എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ് ഇതെല്ലാം. അങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ മാത്രം വെച്ചിട്ടാണ് ഈ വീക്ക്ലി എക്സ്പയറിയിൽ ഓരോ ഓപ്ഷൻ സെല്ലേഴ്സ് കാശ് ഉണ്ടാക്കുന്നത്. അതായത് വേറെ ഭീകരമായിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും പഠിക്കാതെ, അതെല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്, ഇതൊന്നും പഠിക്കാതെ വളരെ ഒരു സിമ്പിൾ ലോജിക്ക് വെച്ചിട്ടാണ് മാർക്കറ്റിലെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ വരെ സിമ്പിളായിട്ട് പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഹ്യൂജ് ക്യാപിറ്റൽ അവർ ഇടുന്നു, എന്നിട്ട് അവരൊരു കൺസർവേറ്റീവ് റിട്ടേൺ ഫോക്കസ് ചെയ്യുന്നു, അതിൽ നിന്ന് അവർ ആ പ്രോഫിറ്റ് എടുക്കുന്നു. അപ്പോൾ അതിലവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നൊരു സംഭവമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ നമ്മുടെ തംബ്നെയിലിൽ പറഞ്ഞേക്കുന്നത് അത് തന്നെയാണ്. നമ്മളെല്ലാവരും ട്രേഡേഴ്സാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന ആ ഒരു വോളിയൂം, അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ ചെയിനിൽ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ട്രേഡേഴ്സിൻ്റെ മൈൻഡ് റീഡ് ചെയ്യുന്നൊരു ബൈബിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിനെ കൂട്ടാക്കാം. നമ്മൾ എന്ത് മനസ്സിൽ വിചാരിക്കും, നമ്മുടെ കറണ്ട് മൈൻഡ് സെറ്റ് എന്താണ് മാർക്കറ്റിനെ കുറിച്ചുള്ള, അത് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള എന്ന് വെച്ചാൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് തരാം, യൂട്യൂബിൽ മലയാളത്തിൽ ഇത്രയും സിമ്പിളായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതുപോലെ അതിലൂടെ വളരെ ഈസി ആയിട്ട് വളരെ ഈസി ലോജിക്ക് നിങ്ങളുടെ തലയിലോട്ട് കയറി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അതിനുശേഷം ട്രേഡ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനിതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ടഫ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ടഫ് സംഭവങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ സ്ട്രൈക്ക് പ്രൈസ് ഇന്നത് ചൂസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഗുണം കിട്ടുന്നതെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പേ പഠിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു സിമ്പിൾ ലോജിക്ക് നമുക്ക് പെട്ടെന്ന് തലയിലോട്ട് കയറുന്നത്. ഞാൻ ഓവർ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നതൊന്നുമില്ല, സംഭവം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. വളരെ എളുപ്പത്തിൽ അപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്സ് ആയാലും ഏതായാലും മാർക്കറ്റിൻ്റെ ആ ഒരു ഏത് റേഞ്ചിൽ കിടന്ന് പെർഫോം ചെയ്യും, ഇതെല്ലാം ഇനി മുതൽ നിങ്ങൾക്ക് തന്നെ ഓരോ എക്സ്പയറിയിലും ഈസി ആയിട്ട് ഓപ്ഷൻ ചെയിനിൽ പോയി നോക്കിയിട്ട് അതിനാനുപാതികമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം അതിന് ഞാൻ ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി ഞാൻ പഠിപ്പിച്ച് മനസ്സിലാക്കി തരാൻ പറ്റും എന്നുള്ളതിന് 100% ഗ്യാരണ്ടി. ബാക്കി മാർക്കറ്റ് ഡിപ്പെൻസിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടുള്ളത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഉക്രൈൻ റഷ്യ വാർ നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് നമ്മളെല്ലാവരും വാർത്ത കാണുന്നതാണ്, ഞാനും ലൈവൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണാറുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലത്ത് പെട്ട് കിടപ്പുണ്ട്, ഒരുപാട് പേര് ഇപ്പോൾ തന്നെ മരണപ്പെട്ടു, ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അപായങ്ങൾ പറ്റി. നമ്മൾ തന്നെ വാർത്തയിൽ കാണുന്നതാണ്. അതായത് ഓരോ അച്ഛനും അമ്മയും ആ കുഞ്ഞ് എവിടെയെങ്കിലും പോയാലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അഭയാർത്ഥി ക്യാമ്പുകൾ പോകുന്ന ബസ്സിൽ കയറ്റി വിടുന്നു. അവരിനി എങ്ങനെ ജീവിക്കുമെന്ന് അവർക്കറിയില്ല, ഇവർ ജീവിച്ചിരിക്കുമെന്ന് ഇവർക്കറിയില്ല. അപ്പോൾ അതിന് ഏത് രാജ്യങ്ങൾ തമ്മിലായാലും യുദ്ധം ഒരിക്കലും നല്ലതല്ല. സമാധാനത്തിൽ എല്ലാവരും പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ അവർക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന സമയത്ത് ഈ നിമിഷം വരെയും ഇപ്പം ഞാൻ നോക്കിയപ്പോഴും ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇപ്പം റഷ്യ സംസാരിക്കാമെന്ന് പറഞ്ഞ് റെഡി ആയിട്ടുണ്ട്, എന്നാലും ഇതെന്താവും ഏതാവും എന്ന് നമുക്കറിയില്ല. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒരു പരിഹാരമായി കഴിഞ്ഞാൽ നിങ്ങളിത് കളഞ്ഞേക്ക്. അപ്പോഴും ഒരു പരിഹാരമായില്ലെങ്കിൽ ദയവേത് എല്ലാവരും പ്രാർത്ഥിക്കുക, അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് മലയാളി സ്റ്റുഡൻസ് അവിടെ പെട്ട് കിടപ്പുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, ചെയ്യാൻ പറ്റുന്നതൊക്കെ സർക്കാരിനേ ഉള്ളൂ, അവരെന്തെങ്കിലും ചെയ്യുമായിരിക്കും നമുക്ക് വിശ്വസിക്കാം. സോ ആ ഒരു കാര്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ദയവ് ചെയ്ത് നമ്മുടെ പ്രാർത്ഥനയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം പോലെ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെയിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും പ്രാർത്ഥനയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ ടോപ്പിക്. ഓക്കെ, അപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഇല്ലേ, അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് ഇത്രയും വിചാരിച്ചാൽ മതി. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ തുറന്നിരിക്കുന്ന അല്ലേ. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിനകത്തൊരു ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു താല്പര്യമുള്ള, അതായത് ഇപ്പോൾ തുറന്നിരിക്കുന്ന താല്പര്യമുള്ള, ഇത് പേരിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യും, ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഓപ്ഷൻ സെൽ, ഞാൻ ഓപ്ഷൻ ബയേഴ്സിനെ ഒരിക്കലും ഞാൻ പറയില്ല, ഓപ്ഷൻ സെല്ലേഴ്സ് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് മാത്രം വെച്ച് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഇന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കും. അതിന് ഉറപ്പ് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് സപ്പോസ് ഇപ്പോൾ നിഫ്റ്റിയുടെ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോകുമ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എന്നാലും ആദ്യം ഒന്ന് പറയുകയാണ്, നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ പോകുന്നതെന്ന് വെച്ചു. നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ പോകുമ്പോഴത്തേക്ക് കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, അതിനകത്ത് ഏറ്റവും അങ്ങറ്റം കാണുന്ന രണ്ട് സൈഡിൻ്റെയും OI എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കോൾ ഓപ്ഷനിലും ഉണ്ട്, പുട്ട് ഓപ്ഷനിലും ഉണ്ട്. രണ്ട് സൈഡിലും OI എന്ന് പറഞ്ഞ് ഇങ്ങറ്റത്തുമായിട്ട് ഓരോ സംഭവങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത് കുറേ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കറൻ്റ്ലി ഓപ്പൺ ആയിട്ട് എത്ര കോൺട്രാക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്, അതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് സൂചിപ്പിക്കുന്നത്. അതായത് കോൾ ഓപ്ഷൻ്റെ സൈഡിൽ OI ഭാഗത്ത് കുറേ നമ്പേഴ്സ് കാണും. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എത്രത്തോളം കോൺട്രാക്ട്സ് ഇപ്പം ഓപ്പൺ ആയിട്ട് അവിടെ അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ, ഒരു കോൺട്രാക്റ്റ് അവൈലബിൾ ആവണമെങ്കിൽ ഒരു ബയ്യറും വേണം, ഒരു സെല്ലറും വേണം. അപ്പോഴാണ് അവിടെ ഒരു കോൺട്രാക്റ്റ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ അവിടെ 30,000 കാണിച്ചിരിക്കുന്നതെങ്കിൽ 30,000 കോൺട്രാക്റ്റ് ആ പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസിൽ അവൈലബിൾ ആണ്. അതായത് ഓരോ സ്ട്രൈക്ക് പ്രൈസിലും അവൈലബിൾ ആയിട്ട് കുറേ OIs ഉണ്ട്. അപ്പം അതിനകത്ത് ഏത് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യണം, അതിനകത്ത് എന്താണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഓരോ സ്ട്രൈക്ക് പ്രൈസിലും വരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മുമ്പോട്ട് പോയി മനസ്സിലാക്കാം. അതിനു മുന്നേ ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ തലയിലോട്ട് കയറണമെങ്കിൽ ആദ്യം ഓപ്ഷൻ ചെയിനിൽ പോയി നമുക്ക് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെയാണ് കിടക്കുന്നത്, അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കാം. അതിനുവേണ്ടി ഓപ്ഷൻ ചെയിൻ്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. ഓപ്ഷൻ ചെയിൻ ഏതാണെന്നൊക്കെ അത് അറിഞ്ഞു തുടങ്ങി എന്തായാലും ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങൾ മസ്റ്റായിട്ട് അത് കാണുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ NSEയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ദാണ്ട ലൈവ് മാർക്കറ്റിൽ നമ്മളിങ്ങനെ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, ക്ലിക്ക് ചെയ്യേണ്ട, ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ വരും. അതിനകത്ത് ഓപ്ഷൻ ചെയിനിൽ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളപ്പോൾ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കറൻ്റ് കിടക്കുന്ന നിഫ്റ്റി തന്നെയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. എക്സ്പയറി നമുക്കിപ്പോൾ എന്താ വേണം, ലേറ്റസ്റ്റ് എക്സ്പയറി ചെയ്താൽ ഇനി വരുന്നത് ഓക്കെ 3 മാർച്ചാണ്, നമുക്കത് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ 3 മാർച്ചിലേക്ക് എക്സ്പയറി ആയിട്ടുള്ള ഓപ്ഷൻ ചെയിനാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് അപ്പോൾ ഇതാണ്ടേ കാണാമല്ലോ, അറ്റ് ദ മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ സ്പോട്ട് നിൽക്കുന്നത് എത്രയാണെന്നൊന്ന് നോക്കിക്കോട്ടെ. സ്പോട്ട് 16,658. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന 16,650 ദാണ്ട് അതിപ്പോൾ അറ്റ് ദ മണിയാണ്. ഈ സൈഡിൽ കാണുന്നതെല്ലാം നിങ്ങൾക്ക് അറിയാലേ, ഈ ഗ്രേ ഏരിയ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അതെല്ലാം ഇൻ ദ മണിയാണ്. ഈ വൈറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണിയാണ്, അതെല്ലാം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ടോപ്പിക്കെല്ലാം നമ്മൾ പഠിച്ച കേസാണ്. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ദാണ്ട് ഇങ്ങറ്റം കാണുന്ന ഈ OI ഇതാണ് കോൾ ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്. കാര്യം ദാണ്ട് ഇതാണ് കോൾ സൈഡ്, ഇതാണ് പുട്ട് ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്, ഇതാണ് പുട്ട് സൈഡ്, അറിയാലോ. അപ്പോൾ ഇതിൽ കാണുന്നത് ഓരോ സ്ട്രൈക്ക് പ്രൈസിൻ്റെ നേർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഓരോ സ്ട്രൈക്ക് പ്രൈസ് നോക്കുമ്പോഴും നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഓരോന്നിൻ്റെ നേർക്കും ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്, നമ്മൾ ഒന്ന് കണ്ണോടിച്ച് നോക്കി നമുക്കിതാ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് തന്നെ വരാം. ഇതാണ്ട് നോക്കേ, ഓരോ ഇതിൻ്റെ നിരക്ക് 15,650 നിരക്ക് എത്ര കോൺട്രാക്ട്സ് അവൈലബിൾ ആണ്, 19, 15, 44, 49. അപ്പോൾ അത് ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കുറവാണ്. ഇവിടെ ചെറിയൊരു കൂടുതൽ കാണുന്നു 26,000, അതിലും കൂടുതൽ 31,000 കാണുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 27,000 ഉണ്ട്, 19,000 ഉണ്ട്, 57,000 കാണുന്നു, 57,000 കോൺട്രാക്ട് അവൈലബിൾ കാണുന്നു.
ഇതാണ്ട് 51,000 കടന്നു. അടിപൊളി. ഇതാണ്ട് 1,05,359. ഓക്കെ, അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ കോൺട്രാക്റ്റ് അവിടാണ്. അപ്പോൾ അത് ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇതാണ്ടേ, അപ്പോൾ അത് എന്ന് പറയുന്നത് ഓക്കെ 17,500 സ്ട്രൈക്ക് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. ഓക്കെ, 17,500ലാണ് ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. 1,05,359 കോൺട്രാക്ട്സ് അവിടെ അവൈലബിൾ ആണ്. അതായത് അത്രയും ബയേഴ്സും അവിടെ ഉണ്ട്, അത്രയും സെല്ലേഴ്സും അവിടെ ഉണ്ട്. ഇനി ആ കോമൺ ലോജിക്ക് നിങ്ങൾ വേണ്ട, ഇത് പുട്ട് ഓപ്ഷനോടെ നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? കോൾ ഓപ്ഷനിൽ ദാണ്ട് ഔട്ട് ഓഫ് ദ മണിയിലാണ് കിടക്കുന്നത്. അറ്റ് ദ മണി കണ്ടല്ലോ, ഔട്ട് ഓഫ് ദ മണിയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത്. ഇനി നമുക്ക് പുട്ട് ഓപ്ഷനിൽ നോക്കാം. പുട്ട് ഓപ്ഷനിൽ എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒന്നുമില്ല. ഇവിടെയൊക്കെ കുറവാണ്. ദാണ്ട് 13,000, 24,000, 8,000, 39,000, 52,000, 3,000, 24,000, 25,000, 35,000, 69,000 ഇവിടെ കാണുന്നു. പിന്നെ 25,000, 59,000. ഓക്കെ, അപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഏതാണ്? 69,000 ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന കോൺട്രാക്ട് പുട്ട് ഓപ്ഷനിൽ അല്ലേ. അപ്പോൾ അതെവിടാണ്? അപ്പോൾ നിങ്ങൾക്ക് കാണാം ദാണ്ടെ 16,000ലാണ്. ഇതാ ഇവിടെ കാണാമല്ലോ, 16,000ലാണ് ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷനിൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് അവൈലബിൾ ആയിട്ടുള്ളത് 16,000ലാണ്. അപ്പോൾ ഇതിന് ആദ്യം നിങ്ങളുടെ മനസ്സിൽ കയറ്റേണ്ടുള്ള ഒരു കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ചോ. നമ്മൾ കോൾ ഓപ്ഷൻ സൈഡ് നോക്കിയപ്പോഴും ഔട്ട് ഓഫ് ദ മണിയിൽ കുറച്ച് ദൂരോട്ടാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടത്. പുട്ട് ഓപ്ഷൻ സൈഡിലും ഔട്ട് ഓഫ് ദ മണിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോൾ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടത് ആണല്ലോ. രണ്ട് സ്ഥലത്ത് നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിലാണ് കണ്ടേക്കുന്നത്. ഇതാണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ 69,000, മറ്റേടത്ത് 1,00,000 സംതിങ്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങളുടെ മൈൻഡിലോട്ട് ആദ്യം ഒന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഓപ്ഷൻ ചെയിനിൽ പോയി എവിടെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത് നിങ്ങൾ കണ്ടു. അത് സൂചിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ ഇനി മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇതിൽ നിങ്ങളുടെ ആദ്യം മനസ്സിൽ കേട്ടിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കോൾ ഓപ്ഷനിലായാലും പുട്ട് ഓപ്ഷനിലായാലും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടത് എവിടെയാണ്? പുട്ട് ഓപ്ഷനിലായാലും ഔട്ട് ഓഫ് ദ മണിയിലാണ്, കോൾ ഓപ്ഷനിലായാലും നമ്മൾ ഔട്ട് ഓഫ് ദ മണിയിലാണ്. ഓക്കെ, ഇത് മൈൻഡിലോട്ട് വെച്ചോ. ഇനി അടുത്തത് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ബയ്യറുമുണ്ട് സെല്ലറുമുണ്ട്. 100% അത് ട്രൂ തന്നെയാണ്. അതായത് ബയ്യറും സെല്ലറും കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടുള്ളത് എപ്പോഴും സെല്ലറിൻ്റെ വ്യൂവിൽ നിന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാര്യം ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീപ്പ് ഔട്ട് ഓഫ് ദ മണിയിൽ പോയി അവർ ഏതെങ്കിലും ഒരു ട്രേഡിൽ എൻ്റർ ആയാൽ, അതായത് കൂടിപ്പോയാൽ ഒരു 5% പോലും അവർ ആ ട്രേഡിൽ വിജയിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അത് എക്സ്പയറി ആകുമ്പോൾ 0 ആയി പോകേണ്ടുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം ആ ഒരു പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദ മണിയിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മൾ സെല്ലേഴ്സിൻ്റെ വ്യൂവിൽ നിങ്ങൾ നോക്കണം. അപ്പം പുട്ട് ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ ഔട്ട് ഓഫ് ദ മണിയിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടത്, 69,000 സംതിങ്. അപ്പോൾ അത് സെല്ലറിൻ്റെ വ്യൂവിൽ നോക്കുമ്പോൾ മാർക്കറ്റ് അത് നല്ലൊരു സപ്പോർട്ടായിട്ട് ഏറ്റെടുക്കും. മനസ്സിലായോ? അതുപോലെ കോൾ ഓപ്ഷൻ്റെ ഏറ്റവും ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടാണോ കാണുന്നത് അത് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ഏറ്റെടുക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഔട്ട് ഓഫ് ദ മണിയിൽ പോയി സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് വളരെ ചെറുതാണ് ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് ഒന്നും ഒരിക്കലും ബൈ ചെയ്യില്ല. അവർ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി മാത്രമേ ബൈ ചെയ്യത്തുള്ളൂ. അവർ ഫുള്ള് സെല്ലേഴ്സാണ്. അപ്പോൾ അവരെന്താണോ ചിന്തിക്കുന്നത്, അപ്പോൾ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ട്രേഡിൽ നിൽക്കുന്നത് ഓരോ പൊസിഷനിലും. അപ്പം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടാണോ കാണുന്നത് അതിനർത്ഥം ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻ സെല്ലേഴ്സ് അവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ മാർക്കറ്റ് അതൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പുട്ട് ഓപ്ഷൻ്റെ ആ ഒരു ലെവൽ എത്തുമ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, കാര്യം അതിൻ്റെ അപ്പുറത്തോട്ട് മാർക്കറ്റ് മൂവ് ആവുകയാണെങ്കിൽ ഹ്യൂജ് ലോസ് അല്ലേ ഓപ്ഷൻ സെല്ലേഴ്സിന്. കാര്യം ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് അൺലിമിറ്റഡ് ആണ്. സോ അവർ ഒരു രീതിയിലും അത് വിട്ടുകൊടുക്കില്ല. കൂടാത്തതിന് ഔട്ട് ഓഫ് ദ മണിയിലുള്ള സാധനം നല്ല ടൈം ഡീക്കെ ഉള്ള സംഭവമാണ്, നല്ല തീറ്റ എഫക്റ്റ് വരുന്ന സംഭവമാണ്. എക്സ്പയറി ആകുമ്പോൾ അത് 0 ആവാനുള്ള സാധ്യത ഹൈ പ്രോബബിലിറ്റി ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചതാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി?
ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷനിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടാണോ അവിടെ ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓപ്ഷൻ സെല്ലേഴ്സ് ഉള്ളത്. അപ്പോൾ അത് നല്ലൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ പുട്ട് ഓപ്ഷനിൽ ഓപ്ഷൻ സെല്ലേഴ്സ് എവിടാണോ അവിടെ ആയിരിക്കും നല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് സെല് ചെയ്തിട്ട് നിൽക്കുന്ന, അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാം, മാർക്കറ്റ് ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള എവിടാണോ അതിൻ്റെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ആ പർട്ടിക്കുലർ എക്സ്പയറിയിൽ വളരെ കുറവാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 3 മാർച്ചിൻ്റെ എക്സ്പയറി ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലായി, 17,500 ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ മാർച്ച് 3 17,500 മുകളിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ 16,000 താഴോട്ട് വരാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു സംഭവം മനസ്സിലായി എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ്. വലിയ ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ ഓപ്ഷൻ സെല്ലേഴ്സ് എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ. അതായത് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടാണോ അവിടെ ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് ഉള്ളത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് എവിടാണോ സെല്ല് ചെയ്തേക്കുന്നത് അതിൽ നിന്ന് ഒരു പടിയും കൂടെ ബാക്കിലോട്ട് വെച്ച് നമ്മൾ സെല്ല് ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സേഫ് ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഓരോ ആഴ്ചയിലും ഉണ്ടാക്കാൻ പറ്റും. ഈസി ആയിട്ട് 1% ഒക്കെ ഉണ്ടാക്കാൻ ഒരു പാടുമില്ല. വലിയ തലയോ ഭീകരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ പഠിച്ചിരുന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഈ ഒരു സിമ്പിൾ സാധനം മാത്രം മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത് ഇപ്പം ഈ നമ്മളിപ്പം പഠിച്ചത് എന്താണ്, ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചു. ഇനി ഈ പ്രൈസും ഓപ്പൺ ഇൻട്രസ്റ്റുമായിട്ട് എന്താണ് കണക്ഷൻ? അതായത് എപ്പോഴും ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരേ കണക്ക് നിൽക്കുമോ? മാർക്കറ്റ് ചിലപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ കുറേ ബയ്യേഴ്സ് പോവും, കുറേ സെല്ലേഴ്സ് പോവും, അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി അത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ്, അതിനുശേഷം ഈ പ്രൈസ് മൂവ്മെൻറ്റും നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റുമായിട്ട് എന്താണ് ബന്ധം, അതിനുശേഷം വളരെ സിമ്പിളായിട്ട് ഈസി ലോജിക്കിലൂടെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അത് നമ്മുടെ സ്ലൈഡിലുണ്ട്, അത് ഏറ്റവും അവസാനം ഞാൻ പറയുന്നുണ്ട്. അതിലൂടെ സീരിയസ്ലി നിങ്ങളുടെ വ്യൂ തന്നെ മാറും, മാർക്കറ്റിലോട്ടുള്ള നിങ്ങളുടെ വ്യൂ തന്നെ മാറും. നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലേഴ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ സ്ലൈഡിലോട്ട് പോകാം. സോ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് ഇതൊന്ന് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറിവേറ്റീവ് കോൺട്രാക്ട് ദാറ്റ് ഹാവ് നോട്ട് ബീൻ സെറ്റിൽഡ്. അതായത് നമ്മൾ കോൾ ഓപ്ഷൻ്റെ ഇങ്ങേയറ്റത്ത് കണ്ട ഓപ്പൺ ഇൻട്രസ്റ്റും പുട്ട് ഓപ്ഷൻ്റെ ഇങ്ങേയറ്റത്ത് കണ്ട ഓപ്പൺ ഇൻട്രസ്റ്റും ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് ഇതുവരെയും സെറ്റിലാവാത്ത കോൺട്രാക്ട്സ് ആണ്. അതായത് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ there should be a buyer and seller on the same contract. അതായത് ഒരു കോൺട്രാക്റ്റ്, ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റ് ഫോം ആവണമെങ്കിൽ അവിടെ ഒരു ബയ്യറും വേണം, ഒരു സെല്ലറും വേണം. അങ്ങനത്തെ കേസിൽ ഇൻ ദാറ്റ് കേസ് ദ OI ഈസ് സെറ്റ് ടു ബി 1. മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ 13,000 കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ 13,000 ബയ്യേഴ്സും 13,000 സെല്ലേഴ്സും ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ OI increases only if new contract is added. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലായി, പുതിയ ഒരു കോൺട്രാക്റ്റ് ആഡ് ചെയ്താൽ മാത്രമേ അവിടെ OI ഇൻക്രീസ് ആവത്തുള്ളൂ. ലൈക്ക് വൈസ് OI ഡിക്രീസസ് വെൻ എ കോൺട്രാക്ട് ഈസ് സ്ക്വയർഡ് ഓഫ് ബൈ ബോത്ത് ബയ്യർ ആൻഡ് സെല്ലർ. അതെന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്? ഈ സെന്റൻസ് നിങ്ങളൊന്ന് വായിച്ചാൽ, ഇൻക്രീസസ് ഓൺലി ഇഫ് ന്യൂ കോൺട്രാക്ട് ഈസ് ആഡഡ്. ഒരു കോൺട്രാക്ട് ആവണമെങ്കിൽ ഈ വരി വായിച്ചു നോക്കെ, OI ഡസ് നോട്ട് ചേഞ്ച് when there is a transfer of contract from one party to another. അതായത് ആക്ച്വലി ഇവിടെ ഇപ്പം ഒരു 10 കോൺട്രാക്റ്റ് അവൈലബിൾ ആയിരുന്നു. അതിനകത്ത് ഓൾറെഡി ആ 10 കോൺട്രാക്റ്റിലുള്ള ഒരു സെല്ലർ പുറത്തുനിന്ന് വരുന്ന ഒരു ബയ്യറിന് വിറ്റിട്ട് കാര്യമില്ല. ഒരു ബയ്യറും ഒരു സെല്ലറും ഓൾറെഡി ഉള്ള കോൺട്രാക്റ്റിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ മാത്രമേ അവിടെ OI ഡിക്രീസ് ആവത്തുള്ളൂ. അതുപോലെ പുതുതായിട്ടൊരു കോൺട്രാക്റ്റ് ആഡ് ആവണമെങ്കിൽ പുതുതായിട്ടൊരു ബയ്യറും ഒരു സെല്ലറും വരുമ്പോൾ മാത്രമേ ഒരു കോൺട്രാക്റ്റ് ആഡ് ആവത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഓൾറെഡി അതിനകത്തുള്ളൊരു സെല്ലറോ ബയ്യറോ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ജസ്റ്റ് എക്സിറ്റ് ചെയ്ത് അവർ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ, അതായത് ദ ട്രാൻസ്ഫർ ഓഫ് കോൺട്രാക്ട് ഫ്രം വൺ പാർട്ടി ടു അനദർ, അത് ഓപ്പൺ ഇൻട്രസ്റ്റിൽ കൂട്ടില്ല. അങ്ങനെ നമ്മൾ കൂട്ടുന്നതിന് എന്തായിരുന്നു പറയുന്നത്? വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് വോളിയം ആയിട്ട് കൂട്ടും. അപ്പോൾ വോളിയം എല്ലാ ദിവസവും ഭയങ്കര ഭീകരമായിരിക്കും. പക്ഷേ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ക്ലിയർ പിക്ചർ തരുന്നത്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റ് മാത്രമേ കാണിക്കൂ. വോളിയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റതും വാങ്ങിച്ചതും എല്ലാം കൂടെ ടോട്ടൽ നമ്പറാണ് ആ ഒരു കാണിക്കുന്നത്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ്ടേ, നിങ്ങളിവിടെ നോക്കേ,
നമ്മുടെ ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷൻ സൈഡിൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ട എവിടെയായിരുന്നു? 1,05,359 നമ്മൾ 17,500 കണ്ടത്. പക്ഷേ അവിടുത്തെ വോളിയം നോക്കി 7,77,918. അതായത് അത്രയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് ബൈയും സെല്ലും കാര്യങ്ങളും എല്ലാം ചെയ്തു. പക്ഷേ മാർക്കറ്റ് അന്ന് ക്ലോസ് ആകുമ്പോഴും ഈ 1,05,359 കോൺട്രാക്ട്സ് അവിടെ സ്റ്റിൽ അവൈലബിൾ ആണ്. അതാണ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഗുണം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ, വോളിയവും ഓപ്പൺ ഇൻട്രസ്റ്റും തമ്മിലുള്ള മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ക്ലിയർ ഒരു പിക്ചർ തരുന്നത്. എന്തൊക്കെയാണ് ഗുണം? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻഡിക്കേറ്റ്സ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അതായത് കോൾ ഓപ്ഷനിൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതൊരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പുട്ട് ഓപ്ഷനിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. കാര്യം ഓപ്ഷൻ സെല്ലറിൻ്റെ വ്യൂവിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ, ബയ്യറിൻ്റെ വ്യൂവിൽ ചിന്തിക്കുകയേ ചെയ്യരുത്. ഓക്കെ, അടുത്തത് ഇൻഡിക്കേറ്റ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ്. അതായത് ഓരോ പർട്ടിക്കുലർ സ്ട്രൈക്ക് പ്രൈസിലും എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് അതിലൂടെ അറിയാൻ പറ്റുന്നു. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള ലിക്വിഡിറ്റിയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. വോളിയം നോക്കിക്കഴിഞ്ഞാൽ അത്രയും ക്ലാരിറ്റി നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അതുപോലെ കറണ്ട് മൈൻഡ് സെറ്റ് ഓഫ് ദ ട്രേഡേഴ്സ്. അതായത് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ആവുന്നത് എങ്ങനെയാണ്? പുതിയ കോൺട്രാക്റ്റ് വരുമ്പോഴത്തേക്ക് ഓപ്പൺ ഇൻട്രസ്റ്റിൽ ആഡ് ആവുന്നു. പഴയ ഓൾഡ് കോൺട്രാക്റ്റിൽ നിന്ന് ഒരു ബയ്യറോ സെല്ലറോ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് കുറയുന്നു. അപ്പോൾ എന്താണോ കറൻ്റ്ലി ഇപ്പോൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പൊസിഷനിൽ ഉള്ള ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത സ്ലൈഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുള്ള കാര്യം. നിങ്ങളുടെ ഫുള്ള് മാർക്കറ്റിലോട്ടുള്ള വ്യൂ തന്നെ മാറ്റിക്കളയും, അത് ഉറപ്പായിട്ടും. അതായത് പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, പ്രൈസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും, പ്രൈസും ഓപ്പൺ ഇൻട്രസ്റ്റും തമ്മിൽ എന്താണ് കണക്ഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരൊറ്റ സ്ലൈഡിലൂടെ മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഞാൻ ഈ സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും പെട്ടെന്ന് പറയാം. അതായത് ഏറ്റവും കൂടുതൽ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൾ ഓപ്ഷൻ. ഹയസ്റ്റ് കോൾ ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടാണോ അതെപ്പോഴും മാർക്കറ്റിൽ ഒരു റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ഹയസ്റ്റ് പുട്ട് ഓപ്ഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടാണോ അവിടെ ആയിരിക്കും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് സകലമാന ഓപ്ഷൻ സെല്ലേഴ്സും യൂസ് ചെയ്യുന്ന ടെക്നിക്ക്, വേറൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടാണോ അത് അതിൻ്റെ തൊട്ട് ബാക്കിൽ പോയി. ഇപ്പോൾ 17,500 നമ്മൾ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ നേരെ പോയി ഈ 17,600 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ അങ്ങ് സെല്ല് ചെയ്യും. എന്നിട്ട് അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് വലിയ ലോസ് വരാതിരിക്കാൻ വേണ്ടി, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ മാർജിൻ കുറയ്ക്കാൻ വേണ്ടി മാത്രം ഒരു ബൈ കോള് വേറെ എവിടുന്നേലും അതിൻ്റെയും ബാക്കിലുള്ള ഒരു ഔട്ട് ഓഫ് ദ മണിയിൽ നിന്ന് എടുത്തിടും. അതൊക്കെ സ്ട്രാറ്റജീസ് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുപോലെ പുട്ട് ഓപ്ഷനും ഇപ്പോൾ 16,000 കണ്ടത്, വല്ല 15,900 അല്ലെങ്കിൽ 15,800 പോയി അവരും അങ്ങ് സെല്ല് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഇതിനിടയിൽ നിന്നാൽ അവർക്ക് 100% ഓരോ ആഴ്ചയിലും ആ ഒരു പ്രീമിയം പ്രോഫിറ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ലോജിക്കിലൂടെ ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഓപ്ഷൻ സെല്ലേഴ്സ് കൂടുതലും കാശ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അത് വളരെ പ്രീമിയം കുറച്ചായിരിക്കത്തില്ല ഔട്ട് ഓഫ് ദ മണി. അതേ, പ്രീമിയം വളരെ കുറവാണ്, പക്ഷേ കൺസർവേറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുമെങ്കിൽ ഏറ്റവും അടിപൊളി അതല്ലേ. അപ്പോൾ അതാണ് സിമ്പിൾ ആയിട്ട് ഈ ഓപ്ഷൻ സെല്ലേഴ്സ് എല്ലാം ചെയ്യുന്ന പരിപാടി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി പ്രൈസും ഓപ്പൺ ഇൻട്രസ്റ്റും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളൊരു കാര്യം. ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു 4 സംഭവങ്ങളില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് ആരും ഇത്ര എളുപ്പത്തിൽ ഇതിനി ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതെങ്ങനെയാണ്, ഏതാണ് ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അതായത് ഇപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് താഴോട്ട് പോകാം, പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് മുകളിലോട്ട് പോകാം. അതുവഴി നമുക്ക് എങ്ങനെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അതെല്ലാം നിങ്ങൾക്ക് ഇനി ഈ ഒരു ഒറ്റ സ്ലൈഡിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അതായത് നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോവുകയാണ്, അതായത് നമ്മുടെ മാർക്കറ്റിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആൾക്കാരുടെ ഓപ്പൺ ഇൻട്രസ്റ്റും കൂടുക, അതായത് ആൾക്കാരുടെ ഇൻട്രസ്റ്റും കൂടെയാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, അപ്പോൾ വീണ്ടും ആൾക്കാരുടെ ഇൻട്രസ്റ്റ് കൂടുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായി? പ്രൈസ്, അതായത് ബയേഴ്സും സെല്ലേഴ്സും വീണ്ടും വരിക. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലായി? പ്രൈസ് മേ മൂവ് ഈവൻ ഹയർ. അതായത് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ അവിടെ ഇൻട്രസ്റ്റ് കുറയുന്നില്ല, ആൾക്കാർക്ക് വീണ്ടും ഇൻട്രസ്റ്റ് കൂടുന്നേ ഉള്ളൂ. അപ്പോൾ ആൾക്കാർ വീണ്ടും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകും. അത്തരത്തിലുള്ള സിറ്റുവേഷനെയാണ് നമ്മൾ ലോങ് ബിൽഡപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാക്ട്ലി അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ബിൽഡപ്പ്, അതായത് പ്രൈസ് താഴോട്ട് വരുവാണ്, അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് മുകളിലോട്ട് പോകുന്നു. അതായത് മാർക്കറ്റ് താഴോട്ട് മൂവ് ആവുമ്പോൾ
ഈ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് ആൾക്കാരുടെ വീണ്ടും വീണ്ടുമുള്ള ഇൻട്രസ്റ്റ് കൂടി വരുന്നു. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഇനിയും മാർക്കറ്റ് താഴോട്ട് തന്നെയുള്ള മൂവ്മെൻ്റ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി വരുന്നത്. എന്താണോ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അതാണ് വീണ്ടും നടക്കുന്നതെങ്കിൽ അവിടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടി കൂടി വരും. അപ്പോൾ ഇവിടെ എന്താണ്? മാർക്കറ്റ് താഴോട്ട് പോകുന്നു, ഓപ്പൺ ഇൻട്രസ്റ്റ് വീണ്ടും കൂടുന്നു. അപ്പോൾ മാർക്കറ്റ് ഇനിയും താഴോട്ട് പോവാം. അതാണ് ഷോർട്ട് ബിൽഡപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും മാർക്കറ്റിൽ ലോങ് ബിൽഡപ്പ് ആണ് കാണുന്നത്, മാർക്കറ്റിൽ ഷോർട്ട് ബിൽഡപ്പ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട, ഇത്രയേ ഉള്ളൂ ഈ സംഭവം. അടുത്തത് ലോങ് അൺവൈൻഡിങ്. ഞാൻ ഈ പറയുന്നത് സ്പീഡാണെങ്കിൽ നിങ്ങൾ സ്റ്റിൽ അടിച്ചിട്ട് ഞാൻ ഒന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും. അത്രയ്ക്ക് സിമ്പിളായിട്ട് എഴുതി വെച്ചേക്കാം ഞാൻ. ഓക്കെ, അപ്പോൾ അടുത്ത ലോങ് അൺവൈൻഡിങ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് മാർക്കറ്റിൽ ഓൾറെഡി കുറേ പൊസിഷൻ എടുത്തിട്ടിരിക്കുന്ന കുറേ ആൾക്കാർ കാണുമല്ലോ. മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നൊക്കെ വിചാരിച്ച് കുറേ ആൾക്കാർ പൊസിഷൻ എടുത്തിടും, താഴോട്ട് പോകുമെന്ന് വിചാരിച്ച് പൊസിഷൻ എടുത്തിടും. അപ്പോൾ ഈ കേസിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ച് ഓൾറെഡി പൊസിഷൻ എടുത്തിട്ടേക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഓപ്പോസിറ്റ്, അവരുടെ എക്സ്പെക്ടേഷൻ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റുള്ള മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. പ്രൈസ് താഴോട്ട് വരുന്നു. അപ്പം ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയും. അതെങ്ങനെയാണ് കുറയുന്നത്? അതായത് ഓൾറെഡി അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ എണ്ണം കുറയും. കാര്യം എന്താണ്? മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതായിരുന്നു അവർ വിചാരിച്ച് വെച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രൈസ് താഴോട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഓൾറെഡി ലോങ് പോയിരുന്ന ആൾക്കാർ, അതായത് മാർക്കറ്റിൽ ബുള്ളിഷ് വ്യൂ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവരുടെ ട്രേഡിൽ നിന്ന് അവർ എക്സിറ്റ് ആവും. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഓപ്പൺ ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? പ്രൈസ് ഈ ഇടിഞ്ഞുകൊണ്ടിരുന്നില്ലേ, അത് ചിലപ്പോൾ അങ്ങ് നിൽക്കാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒന്ന് സ്റ്റെബിലൈസ് ആവും, ഒന്ന് കൺസോൾട്ടേഷൻ ആവാനോ, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അത് തിരിച്ച് കയറാൻ സാധ്യതയുണ്ട്. കാര്യം പ്രൈസ് കുറയുമ്പോൾ ആൾക്കാർക്ക് അവിടെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, ട്രേഡേഴ്സ് അത്ര ഹാപ്പി അല്ല. അപ്പോൾ അതിനർത്ഥം അവിടെ ലോങ് അൺവൈൻഡിങ് നടക്കുന്നു. അതായത് മാർക്കറ്റിൽ ബുള്ളിഷ് വ്യൂവിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവരുടെ പൊസിഷനിൽ നിന്നൊക്കെ എക്സിറ്റ് ചെയ്യും. എക്സാക്ട്ലി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഷോർട്ട് കവറിങ് എന്ന് പറയുന്നത്. നിങ്ങളിതൊക്കെ വാക്കൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അതായത് പ്രൈസ് മുകളിലോട്ട് പോകുന്നു, അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് താഴോട്ട് വരുന്നു. ഇവിടെ എന്താണ് പഠിച്ചത്? പ്രൈസ് താഴോട്ട് വരുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് താഴോട്ട് വരുന്നു. ഇവിടെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് താഴോട്ട് വരുന്നു. അതായത് മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാർ മാർക്കറ്റ് താഴോട്ട് പോകുമെന്ന് വിചാരിച്ച് സെല്ല് ചെയ്തിട്ടിരിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ ആ സമയത്ത് അവരുടെ എക്സ്പെക്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഉള്ള ഓൾറെഡി അവർ ഷോർട്ട് ചെയ്തിരുന്ന പൊസിഷനിൽ നിന്നെല്ലാം അവർ എക്സിറ്റ് ആവും. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം അങ്ങ് കുറഞ്ഞു വരും. കാര്യം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് കോൺട്രാക്റ്റിലാണോ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം കുറഞ്ഞു വരുമ്പം മാർക്കറ്റിലുള്ള ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും, ഓക്കെ അപ്പോൾ ഈ പറയുന്ന കണക്ക് ഇനി പ്രൈസ് അങ്ങോട്ട് കൂടുതൽ കയറാൻ സാധ്യതയില്ല. കാര്യം പ്രൈസ് കയറും തോറും ആൾക്കാരുടെ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രേഡേഴ്സിൻ്റെ. അപ്പോൾ പ്രൈസ് ഇവിടുന്ന് അങ്ങോട്ട് വലുതായിട്ട് കയറാൻ സാധ്യതയില്ല. ഇതൊന്ന് സ്റ്റെബിലൈസ് ആവാനോ അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ എന്താണോ ലോങ് ബിൽഡപ്പ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷോർട്ട് ബിൽഡപ്പ്. എന്താണോ ലോങ് അൺവൈൻഡിങ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഷോർട്ട് കവറിങ്. ഇത്രയേ ഉള്ളൂ. ഈ ക്ലിയർ ആയിട്ട് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഈ ഒരു ലോജിക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നാൽ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ഞാൻ ഈ ഒരു പിക്ചറും കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്ത് ഇതാവുമ്പോഴത്തേക്ക് എന്നെപ്പോലുള്ള ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് എന്തായാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ ലഘൂകരിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ആ പിക്ചർ മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ എല്ലാ ഐഡിയയും കിട്ടും. മാർക്കറ്റ് എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അത്രേ ഉള്ളൂ. അതായത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഫാർ ഔട്ട് ഓഫ് ദ മണിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം ഏറ്റവും കൂടുതൽ ഓപ്ഷൻ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് ആണ് ഈ ഫാർ ഔട്ട് ഓഫ് ദ മണിയിൽ പോയി സെല്ല് ചെയ്തിരിക്കുന്നത്. അവരെടുത്തേക്കുന്ന പൊസിഷൻ്റെ തൊട്ട് ബാക്കിൽ പോയി നമ്മളൊരു പൊസിഷൻ എടുത്താൽ മതി. സേഫ് ആയിട്ട് എല്ലാ ആഴ്ചയും നമുക്ക് ഈസി ആയിട്ട് 1 1.5 2% ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അതിനിടയിൽ മാർക്കറ്റ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കും. അതിന് നമുക്കെന്താ, നമ്മൾ ഒരിക്കലും എത്താത്ത 2 പോയിന്റ് പോയി നമ്മൾ സെല്ല് ചെയ്തിട്ട് നിൽക്കുകയല്ലേ. അത്രേ ഉള്ളൂ. ഇതാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലോജിക്കും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് പല പല സ്ട്രാറ്റജീസൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇനി പ്രൈസ് മാത്രം നോക്കി നിങ്ങൾ ഓപ്ഷൻ സെല്ല് ചെയ്യരുത്. പ്രൈസ് നോക്കുന്നതിൻ്റെ കൂടെ എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ്, ഓപ്പൺ ഇൻട്രസ്റ്റിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണുന്നതെന്നൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങളതിൽ ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസർവേറ്റീവ് ആയുള്ള റിട്ടേൺ ഉണ്ടാക്കാം. എന്താണ് എത്ര ക്യാപിറ്റലായാലും നിങ്ങളതിൽ ഇപ്പോൾ 50,000 രൂപ ഉള്ളെങ്കിൽ നിങ്ങൾ എന്താ വേണം, നിങ്ങൾക്ക് അതിൻ്റെ 1% 2% മാത്രം ഫോക്കസ് ചെയ്യുക. കാര്യം ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പ്രോഫിറ്റ് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, പക്ഷേ വിന്നിങ് ചാൻസ് എപ്പോഴും കൂടുതലായിരിക്കും. പ്രോബബിലിറ്റി അവർ ജയിക്കാനാണ് കൂടുതൽ.
ഓക്കെ, അതായത് ഫാർ ഔട്ട് ഓഫ് ദ മണിയിലൊക്കെ എന്തുമാത്രം വിജയസാധ്യതയാണ് ബയ്യേഴ്സിനുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ, വളരെ ചെറുതാണ്. അപ്പോൾ അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ FIAസിനോ DAസിനോ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സിനോ ഒന്നും തോൽപ്പിക്കാനുള്ള കഴിവോ അത്രത്തോളം എമൗണ്ടോ ബഡ്ജറ്റോ ഒന്നും നമ്മളിലില്ല. പക്ഷേ അവരെന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ തൊട്ട് ബാക്കി പോയി സേഫായിട്ട് നമ്മളങ്ങ് നിന്നാൽ മതി, നമ്മളും സേഫ് ആവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സ് പഠിച്ചതിലൂടെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈ തീറ്റ ഒക്കെ പഠിച്ചതിൻ്റെ ഗുണം എന്താണ്. മറ്റേ നമ്മളിപ്പം ഈ ഓപ്ഷൻ ഗ്രീക്സ് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രാഡേയിൽ പെർഫോം ചെയ്യാം. അതിനുപരി ആ ലാസ്റ്റ് പഠിപ്പിച്ച തീറ്റ എന്ന് പറയുന്ന ഫാക്ടറാണ് ഏറ്റവും കൂടുതൽ ഈ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി അവരൊരിക്കലും എത്താത്ത 2 പോയിന്റിൽ പോയി അവർ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരിക്കലും എത്താത്ത പോയിന്റ് എന്നൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് 5000 പോയിന്റിൻ്റെ അപ്പുറം പോയി സെല്ല് ചെയ്യുന്നതല്ല ഒരിക്കലും എത്താത്ത പോയിന്റ്. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് എവിടെയാണോ കിടക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഈ ആഴ്ച, അതായത് ഈ ഒരു പർട്ടിക്കുലർ എക്സ്പയറിയിൽ എത്താൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോളുക. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അറിയാവുന്ന എല്ലാവർക്കും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നീ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലി എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചാലും മതി. എൻ്റെ വാട്സപ്പ് നമ്പർ എല്ലാം ആ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.